പണിക്കാർ വന്ന് അപ്പൂപ്പൻ തറയിലെ അപ്പൂപ്പനെ മക്കളെയൊക്കെ അതിൽ അടക്കിയെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ വന്നത് ആലപ്പുഴ ജില്ലയിലെ അറവുകാട് ക്ഷേത്രത്തിന് സമീപമുള്ള അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ വന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കാര്യം കണ്ടത്തിലാണ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വയലിൻ്റെ നടുക്കാണ്. ജന്മിത്തം കൊടികുത്തി വാണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളിലേക്കാണ് അപ്പൂപ്പൻ തറക്കാവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത് അപ്പൂപ്പൻതറ വല്ലിച്ചൻ കാവാണ്. കയറുന്നതിന് അതിങ്ങനെ വെള്ളം തടഞ്ഞ് മീൻ പിടിച്ചതിന് അവർ പ്രമാണികാർ വന്ന് അപ്പൂപ്പൻ തറയിലെ അപ്പൂപ്പനെ മക്കളെയൊക്കെ അതിൽ അടക്കിയെന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. വിളക്കെത്തിക്കുന്നത് ഞങ്ങളാണ്. പിന്നെ അല്ലാതെ അനേകം പേര് വന്ന് വിളക്കിടുന്നുണ്ട്. നമുക്ക് കുറെ പേര് ഇടുന്നുണ്ട്. ഞങ്ങളാണ് ഇടുന്നത്. എൻ്റെ മോളിടും, ഞാനിടും, അങ്ങനെ മാറി മാറിയൊക്കെ ഇടും. നടത്താറുണ്ട്. ജനുവരിയിലാണ് നടത്തുന്നത്. ഉത്സവം, ഒരു ചെറിയ ഉത്സവം നടത്തും. അല്ലാതെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരെ എന്നെ കെട്ടിക്കൊണ്ട് വന്നതാണ്. വിശദമായിട്ട് അതിനെ കുറിച്ച് അറിയത്തില്ല. എന്നാലും ഇവിടെ വന്നപ്പോ ഒരു വിശ്വാസം നല്ല. ഇപ്പൊ ഈയിടെ കൊണ്ട് പുള്ളിക്കാരൻ കണ്ണടച്ചെന്ന് തോന്നുന്നു. ഇത് ഒരുപാട് എണ്ണ കൊണ്ടുവച്ചിട്ട് അത് ആരാണ്ട് എടുത്തോണ്ട് പോയി, ഒഴിച്ചോണ്ട് പോയി. ഒഴിച്ചോണ്ട് പോയി. കുറച്ച് വിളക്ക് മാറാൻ വെച്ചിരുന്ന അതെടുത്തോണ്ട് പോയി. അതൊന്നും പക്ഷെ ഒരു സാധനം ഇവിടുന്ന് പോകാത്തയായിരുന്നു. ഇപ്പൊ പോകുന്നുണ്ട്. എന്റെ കൊച്ചിന് സൈക്കിൾ ഇവിടെ ഇന്നലെ വെച്ചിരുന്നു, അത് പോയി. എന്റെ ഒരു മുതലും പോകാത്തതായിരുന്നു, ഇന്ന് പോയി. ഞാൻ ചോദിക്കാതെ കണ്ണടച്ചിരിക്കുവായിരുന്നാന്ന്. ഈ അപ്പൂപ്പൻതറയെ കുറിച്ച് എന്താ? അപ്പൂപ്പൻതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൂപ്പൻതറ പണ്ട് താമസിച്ചിരുന്ന ഒരു അപ്പൂപ്പനും ഒരു കുടുംബമാണ്. അപ്പം അത് ഈ കൃഷിയെ സംബന്ധിച്ച് അവർക്ക് കൃഷി വെള്ളം കയറ്റുന്നതിന് ഇതായത് കാരണം കൊണ്ട് അവർ ഞാൻ എന്നും വന്ന് അവർ നോക്കുമ്പോൾ കൃഷിക്കകത്ത് വെള്ളം കയറി കിടക്കുകയാണ്. അത് അങ്ങനെ നോക്കിയാണ്. അപ്പം അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ പണ്ട് പോലെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ അവർ കൃഷിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നും ഇത് ഇങ്ങനെ അയക്കാനും പറഞ്ഞപ്പം മക്കളൊക്കെ വന്ന് ചോദിച്ച് അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം മക്കൾ പറഞ്ഞ് അച്ഛൻ കുഴിക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഈ അവർ കൃഷിക്കാർ വന്ന് നോക്കുമ്പോൾ പാടം മുഴുവൻ വെള്ളം കയറി കിടക്കുക. അപ്പം പാടം മുഴുവൻ വെള്ളം കയറി കിടക്കുന്നത് പറ്റുന്നുമില്ല. അങ്ങനെ അവർ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു വലിയ ഒരു കുഴിക്കകത്ത് പുള്ളി ഈ ഇത് കൂട് വെച്ചിരിക്കുകയാണ്. മീൻ പിടിക്കാൻ വേണ്ടി കൂട് വെച്ചിരിക്കുന്നു. കൂടിൻ്റെ അപ്പൂപ്പൻ്റെ അടിത്തറയുടെ അവിടെ ഭാഗത്തായിട്ട് കൂട് വെച്ചിരിക്കുകയാണ്. ആ കൂട്ടിൽ അപ്പം വലിയ വലിയ മീനൊക്കെ ഈ ഇവർ വരുമ്പോൾ ഇവിടെ പറമ്പിലൊക്കെ കിടക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഇവർക്ക് ഡൗട്ട് തോന്നി. അവർ ഈ ഇതിനെ മറ്റേ കൊച്ചിനോട് ചോദിക്കും, പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്ന അങ്ങനെ കണ്ട അല്ലേ മീൻമുള്ള് കിടക്കുന്ന കണ്ടപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അച്ഛൻ പിടിക്കുന്നതാന്ന് പറയുമ്പോഴാണ് അവർക്ക് ഡൗട്ട് തോന്നി. അവരിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ കുഴിക്കകത്ത് അവർ ഫാമിലി കുടുംബമായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പം വന്നിട്ട് ആ കുഴിക്കകത്ത് ഇവർ ഒരു വള്ളം കട്ട കൊണ്ടുവന്ന് ഇറക്കി അവരെ മൊത്തമായിട്ട് അതിനകത്ത് കുടുംബത്തെ അപ്പൂപ്പനെയും അപ്പൂപ്പൻ്റെ കുടുംബമായിട്ട് മൊത്തമായിട്ട് ഒരു വള്ളം കട്ട കൊണ്ടുവന്ന് ഇറക്കി മൂടി. അങ്ങനെയാണ് അവരുടെ അതിൻ്റെ ഒരു സ്മാരകമാണ് ഈ അപ്പൂപ്പൻതറ എന്ന് പറയുന്നത്. ജന്മികൾ ചെയ്തത്. അവിടെ മീൻമുള്ള്
മീൻവെള്ളം എന്ന് പറഞ്ഞാൽ പാടത്ത് വെള്ളം പറ്റുന്നില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്. അവർ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോഴും അവർ വന്ന് നോക്കുമ്പോൾ പാടത്ത് മുഴുവൻ വെള്ളമാണ്. അങ്ങനെ അവർ നോക്കുമ്പോഴാണ് ഇത്. അങ്ങനെ ആ ഒരു ഇതിലാണ് അവർ ഈ അപ്പൂപ്പൻ തറ ഞങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ തറ എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. വെളിപ്പുറത്തുള്ള അപ്പൂപ്പനാണ്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് എന്ത് നേർച്ച നടന്നാലും കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഓരോ ദൂരങ്ങളിൽ നിന്നൊക്കെ വന്ന് വിളക്കിടുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ വറപൊടിയും പിന്നെ കള്ളും പിന്നെ നീറമീൻ വറുത്താണെങ്കിൽ അതും മുറുക്കാനും ഇതാണ് ഒരു ബീഡി. ഇതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട്. അപ്പം അത് ഒരുപാട് പേര് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മകരവിളക്ക് 1-ാം തീയതി ഞങ്ങളിവിടെ വമ്പിച്ച ഒരു പരിപാടി നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനമുണ്ട്, വിളക്ക് മഹോത്സവമുണ്ട്, പരിപാടികൾ പല വായനകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ ദിവസം നല്ലൊരു പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. നല്ലൊരു ഇതാണ്. ഒരു ദിവസത്തെ ഉത്സവമാണ് അന്ന് നടക്കുന്നത് ഇവിടെ. ഏകദേശം എത്ര വർഷത്തോളം പഴക്കുന്നു? എന്റെ അറിവിലുണ്ട് ഇത്. ഉണ്ട് ഇവിടെ. അതാണ് പിന്നെ എന്റെ അറിവില്ല, ഞങ്ങളുടെ അമ്മയുടെ അറിവിലും ഇത് പരപ്പിപ്പാടം. ഈ അപ്പൂപ്പൻ 150. സ്ഥലം കറക്റ്റ് ആളുകൾക്കൊന്ന് മനസ്സിലാകാത്ത രീതി പറഞ്ഞു കൊടുക്കും. ഇത് എവിടെയാണ്? 150 ചിറ. അല്ല, അറവാട് കിഴക്കേ നടയിൽ കിഴക്കോട്ട് വന്ന് കർത്താമടം കയറി അവിടെ പരപ്പിപ്പാടം വരുമ്പോൾ ഒരു അപ്പൂപ്പൻ തറയുണ്ട്. അതാണ് ഈ ഐതിഹ്യം പറഞ്ഞ അപ്പൂപ്പൻ തറ. അവിടെ വഴിപാടായിട്ടൊന്ന് വെക്കുന്നത് ഒരു കുപ്പി കള്ളും മീൻ വറുത്തതും കപ്പയും ഇറച്ചി വെക്കാം, പുകല വെക്കാം, വറപൊടി, അങ്ങനെ കരിക്ക്, വീടി, പുകല എല്ലാം വെക്കും. അതൊക്കെയാണ് പുള്ളിക്കാരന്റെ പ്രധാനം. പറഞ്ഞു കേട്ടതാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഇവിടെ വന്നതിന് ശേഷം ആളുകൾ പറഞ്ഞു കേട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പൂർണ്ണ വിശ്വാസമാണ് വെളിച്ചതിനെ കുറിച്ച്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള പുണ്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നു കഴിയുമ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ്. അതുപോലെ തന്നെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിളക്കിട്ടേച്ച് മിക്ക കർഷകരും തുടങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ട്രാക്ടർ വന്നാലും ഒരു JCB വന്നാലും ഇതെല്ലാം ഇവിടെ വന്ന് വിളക്കിട്ടേച്ച കാര്യങ്ങൾ എല്ലാവരും ചെയ്യത്തുള്ളൂ. പിന്നെ വെളിച്ചൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു നല്ലൊരിതാണ്. നല്ല രീതിയിലാണ് പരിപാടിയൊക്കെ നടത്തുന്നത്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പുറത്തുനിന്ന്. വന്ന് ഇവിടുത്തെ നിവേദ്യം എന്ന് പറഞ്ഞാൽ കള്ള്, അങ്ങനെ ഈ വറപൊടി, മുറുക്കാൻ അങ്ങനെയൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിനുള്ള പ്രയോജനം പലർക്കും ഉണ്ട്. ഒരുപാട് ക്ഷയിച്ച് കിടക്കുന്നുള്ളൂ. അത് നവീകരിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷി തുടങ്ങിയിട്ട് നവീകരിക്കാൻ വേണ്ടിയായിരുന്നു. കൃഷി തുടങ്ങി ഇപ്പം അടുത്ത ദിവസം തന്നെ പാടം വെള്ളം കയറ്റി ഓടിച്ച് പറ്റിച്ച് കഴിയുമ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഫണ്ടെല്ലാം സ്വരൂപിച്ചിട്ടുണ്ട്. പിന്നെ പാടശേഖരത്തിന് ഒരു 10,000 രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഞങ്ങളെല്ലാം കൂടെ കൈ എടുത്ത് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പിരിവ് തുടങ്ങാനായിട്ട്. അടുത്ത പിരിവ് ഉള്ളത് കൊണ്ടാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പിരിക്കാത്തത്. പ്രദേശവാസികളെല്ലാം 100% അവർ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാം വളരെ ഭംഗിയായ രീതി ഞങ്ങളോട് നിൽക്കുന്നുണ്ട്. മണ്ഡലമാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അപ്പം നല്ല രീതിയിലാണ് വിളക്കും അങ്ങേറ്റം മുതൽ ഇവിടം വരെ വിളക്കും വെച്ച് 10,000 പേരുടെ സദ്യയും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാം നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. ഇവിടെ എന്തൊരു പരിപാടി, ഈ പാടശേഖരത്തിൽ എന്തൊരു പരിപാടി നടന്നാലും ഇവിടെ വന്ന് ആദ്യം വിളക്കിട്ടേ ഈ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളക്കിട്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുള്ള പുണ്യമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അനുഭവത്തിൽ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. ഞാൻ തൊട്ട് അപ്പുറത്താണ്. ഞാൻ ജോയിൻ്റ് അഡ്മിനാണ്. ശരി. മീൻപിടുത്തം ഉണ്ടായിരുന്നാ പറയുന്നത് പുള്ളി ഈ അപ്പൂപ്പന്. മീൻപിടുത്തം ഉണ്ടായിരുന്ന സമയത്ത് ഈ ആളെ അടച്ച് അപ്പൂപ്പനും മക്കളെയും അതിനായിട്ട് ചവിട്ടി താഴ്ത്തിയെന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മീൻ പിടിക്കുന്നതിന് മീൻപിടുത്തമായിരുന്നു പുള്ളിക്ക് ജോലി. അപ്പം ഈ ഇവര് ജന്മിമാര് വന്ന് നോക്കുമ്പം വലിയ മീൻ ചെതുമ്പലും എല്ലാം കാണുന്നത്. അപ്പം മക്കളൊക്കെ ചോദിച്ചു ഇതെവിടെ നിന്നായി മീൻ വരുന്നത്, തയമ്പല് വരുന്നത്. അപ്പം മക്കൾ പറഞ്ഞ അച്ഛൻ മീൻ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കുഴിക്ക മറയ്ക്കകത്ത് അച്ഛനെയും മക്കളെയും ചവിട്ടി താത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇട്ട് മൂടി, ചെളിയിട്ട് മൂടി. തിരുമേനിമാര് വീട്ടിൽ ചെന്നപ്പോഴേ പുള്ളി പുറകെ എന്നാ പറയുന്നത്, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഐതിഹ്യമാണ് ഞങ്ങൾക്കറിയാവുന്നത്. പുള്ളി ഇപ്പം പലരും പറയുന്നുണ്ട് പുലയനായിരുന്നെന്നും, പലരും പറയുന്നു തിരുമേനിയായിരുന്നെന്നും ഒക്കെ പറയുന്നില്ല. നമുക്ക് അറിയാനൊക്കത്തില്ല. പൂർവ്വീര് പറയുന്നില്ല, നമുക്കറിയാനൊക്കത്തില്ല. അതാണ് സംഭവം നടന്നിരിക്കുന്നത്. പക്ഷെ പുള്ളി ആളുകളുണ്ട്.
നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളെ അവരെ കയ്യിൽ വിളി സമക്ഷത്ത് കാണുമെന്നാ പറയും. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പിന്നെ അല്ലേ ആൾക്കാരെല്ലാം ഇവിടെ എത്രയോ പേര് വന്ന് വിളക്കത്തിക്കുന്നു, ഒത്തിരി പേര് വന്ന് വിളക്കത്തിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒത്തിരി വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള വഴിപാട് പ്രത്യേക വഴിപാടൊന്നുമില്ല. വിളക്ക് കത്തിക്കുക പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞാൽ പിന്നെ കള്ളും ഇതൊക്കെ വെക്കും. പ്രദേശവാസിയാണ് പേര് റാവുജി. ശരിയാണ്. മാതൃശാം സുഖം മേദുര ഭക്തിയുള്ള മാതൃശാം സുഖം വാദമില്ലവോ ദുഃഖം അപ്പം ഇതാണ് അപ്പൂപ്പൻകാവ്. അപ്പം എനിക്കിവിടെ വന്ന് ഒരു വിളക്ക് കത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പം ഈ സ്ഥലം അറിയാത്തവർ ഞാൻ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോഴൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഈ വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. വരാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചേരുക. ശരിയാണ്.